പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിച്ച വേദഭാഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവെ നീ എന്നോട് സംസാരിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധി ചേർന്നിരിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വായിച്ച വേദഭാഗത്തെ നിന്റെ കരങ്ങളിൽ തരിക. ഇന്ന് രാത്രി കർത്താവെ നിന്റെ വചനത്തെ നീ അവിടുന്ന് വാഴ്ത്തി നുറുക്കി കർത്താവെ ഓരോ ഭവനങ്ങളിലേക്കും നീ അവിടുന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഓരോ ഡിവൈസിലിരിക്കുന്നവരെയും ഇന്ന് രാത്രി നീ അവിടുന്ന് സ്പർശിക്കണമേ. നിന്റെ സ്പർശനം അനുഭവിക്കാതെ കർത്താവെ നിന്നെ കാണാതെ ഇന്ന് രാത്രി ആരെത്തി പോകാൻ ഇടയാകില്ലെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കരത്തിലേക്ക് അടിയനെ സമർപ്പിക്കുന്ന ദൈവമേ, നീ അവിടുന്ന് അറിയുന്നല്ലോ. പ്രവർത്തിച്ചാട് ദൈവമേ. കർത്താവെ ഇന്ന് രാത്രി നീ അടിയനെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-13 വാക്യങ്ങള്. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഒരിക്കൽ കൂടി ആ വേദഭാഗം ഇങ്ങനെ വായിക്കാം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബനെസർ എന്ന പേരിട്ടു. ഇങ്ങനെ ഫെലിസ്തീർ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കയ്യിൽ ഫെലിസ്തീർക്ക് വിരോധമായിരുന്നു. നമ്മൾ വായിച്ച ആ ഭാഗം ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഞാൻ ഇങ്ങനെ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോ തന്നെ ആരാണ് ശമൂവേൽ എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എന്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശമൂവേലിനെ കുറിച്ച് പറഞ്ഞ വായിച്ച വേദഭാഗം അതിൽ അവസാനം ടച്ച് ചെയ്ത് ഞാൻ മുന്നോട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആരാണ് ശമൂവേല്? വിശുദ്ധ ബൈബിളിൽ 7 പുസ്തകങ്ങളിലായി 140 പ്രാവശ്യം ശമൂവേലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലെ ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ എന്ന 3 പുസ്തകം എഴുതിയ ആളാണ് അതേ ശമൂവേൽ പ്രവാചകൻ എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രത്തോളം ശമൂവേലിനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആരാണ് ശമൂവേൽ ദൈവമക്കളെ? അതേ വിശുദ്ധ വേദപുസ്തകത്തിലെ ആ മോശ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിനെ നയിച്ച നായകനാണ് ശമൂവേൽ എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം. പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമൂവേൽ. ഒന്നുകൂടി പറഞ്ഞാൽ അത് ചേർത്ത് ഞാൻ പറയട്ടെ. ഹന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നേടിയ പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമൂവേൽ എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്ന് രാത്രിയില് ശമൂവേലിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് ഞാൻ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുക. ഈ ശമൂവേലിന്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോ വേദപുസ്തകത്തിൽ ഞാൻ 12 പ്രത്യേകതകൾ രേഖപ്പെടുത്തുവാനായിട്ടിടയായി. ദൈവമക്കളെ, ശമൂവേലിനെ കുറിച്ച് പഠിക്കുമ്പോ ഞാൻ ഇന്നലെയൊക്കെ അതിനായി ഒരുങ്ങുമ്പോ എന്റെ ജീവിതത്തോട് ചേർത്ത് അത് ഒരുങ്ങുവാനും ജീവിതത്തിൽ ചില തീരുമാനങ്ങളോടെ മുന്നോട്ട് വരുവാനും സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. എന്താണ് ശമൂവേലിന്റെ പ്രത്യേകത ദൈവമക്കളെ? ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ശമൂവേലിന്റെ പ്രാർത്ഥനയുടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമൂവേല്. 1 ശമൂവേലിന്റെ പുസ്തകം 1:20 വായിക്കുമ്പോ ആരാണ് ശമൂവേൽ എന്ന് നമുക്കവിടെ ശമൂവേലിന്റെ പ്രത്യേകത കാണാൻ കഴിയും. അതെ, 1 ശമൂവേലിന്റെ പുസ്തകം 1:20. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമൂവേലെങ്കില് അതെ നമ്മൾ ആദ്യം കേട്ടതുപോലെ പ്രാർത്ഥിച്ച ദൈവസന്നിധി നിന്ന് നേടിയതൊന്നും ചെറുതല്ല ദൈവമക്കളെ. അതിനൊക്കെ വലുതാക്കി പ്രവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്.
ദൈവസന്നിധിയിൽ കരഞ്ഞ് ഹന്ന ശമൂവേലിന് വേണ്ടി പ്രാർത്ഥിച്ച് വാങ്ങിയ ശമൂവേല്, പ്രൈസ് ദി ലോർഡ്, അവനെ ദൈവം ഉപയോഗിച്ചത് നമുക്ക് കാണുവാനായി സാധിക്കും. പ്രാർത്ഥനയുടെ മറുപടി ചെറുതല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് അത് ഹന്നായെ പോലെ കരയുന്നവരുണ്ടെങ്കിൽ, ചില വിഷയത്തിന്റെ നടുവില് ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, അതെ ഹന്നായെ പോലെ പെനീനമായുടെ കുത്തേറ്റവരുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരാനായിട്ടിടയാകും. ആ മറുപടി തന്നാലുണ്ടല്ലോ, മറ്റാരും തരുന്നത് പോലെയല്ല, മറ്റാരുടെ മുമ്പിൽ കരയുന്നത് പോലെയല്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു വാങ്ങിയാൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് വലിയ അത്ഭുതമായിരിക്കും. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച മോർണിംഗ് പ്രയറില് ഇപ്രകാരം പറയാനായിട്ടിടയായി, ദൈവസന്നിധി കരയുന്നവരെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവസന്നിധി നമ്മൾ കരയുന്നെങ്കിൽ ദൈവം ഒരിക്കലും മനുഷ്യന്റെ മുമ്പിൽ കരയാൻ നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. ദൈവസന്നിധി ഞാനും നിങ്ങളും മുഴങ്കാലും അടക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യന്റെ മുമ്പിൽ മുഴങ്കാലും അടക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ നമ്മൾ യാചിച്ചാൽ, മറ്റൊരുത്തിന്റെ മുമ്പിൽ യാചിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഏത് തകർന്ന വിഷയങ്ങളെയും, ഏത് ഉടഞ്ഞുപോയ ജീവിതത്തെയും പണിയാൻ ശക്തനായ ഈ കുശവന്റെ കയ്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? സർവശക്തന്റെ കരത്തിന് ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മളെ ഉപയോഗിക്കാനായിട്ടിടയാകും. അതെ, പ്രാർത്ഥിച്ചാൽ, അത് തകർന്നു പോയെന്ന് തോന്നിയാൽ, ഇനി ഒരു ഉയർപ്പില്ലെന്ന് തോന്നിയാൽ, നമുക്കറിയാം മാർത്തയും മറിയും കർത്താവ് ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, പ്രയോജനമില്ല, നാറ്റം വെച്ചുപോയി, ഇനി ഒരു കാര്യവുമില്ല, നീ നേരത്തെ വന്നില്ലല്ലോ എന്നൊക്കെ അവര് പറഞ്ഞു. മാർത്തയുടെയും മറിയുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പില് ലാസർ നാറ്റം വെച്ചവനായിരുന്നെങ്കിൽ, അത് കർത്താവിന്റെ മുമ്പില് ദൈവമക്കളെ ലാസറിന്റെ ഉയർപ്പാണ് അവൻ കണ്ടത്. അതെ, നമ്മുടെ ജീവിതത്തില് സാഹചര്യം വെച്ച് നോക്കുമ്പോ, നമ്മുടെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോ, നമ്മുടെ വിഷയങ്ങളൊക്കെ നാറ്റം വെച്ചതായിരിക്കാം, ഒരു ഉയർപ്പില്ലായിരിക്കാം, തീർന്നു പോയെന്ന് ചിന്തിച്ചായിരിക്കാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു ഉയർപ്പുണ്ട്, ഒരു ഉയർപ്പിന്റെ മണം അതിനുണ്ട്. അതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രികാലം ചില ജീവിതങ്ങളുടെ നടുവില് പ്രവർത്തിക്കാൻ പോകുക. അവന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ടിടയാകും. ശമൂവേലിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ച് അത് നേടിയവനായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു ശമൂവേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ശമൂവേലിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നന്ദിയോടെ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോ ശമൂവേലിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ആലയത്തിനകത്ത് വളർന്നവനായിരുന്നു ശമൂവേൽ എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെയാണ് 1 ശമൂവേലിന്റെ പുസ്തകം 1:24 പറയുന്നത്, അവൻ ആ മുലകുടി മാറിയ ശേഷം അവൾ 3 മാസം പ്രായമുള്ള ഒരു കാളയും 1 പറ മാവും 1 തിരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമൊക്കെ വായിക്കുമ്പോ ശമൂവേല് ഏലിയുടെ മുമ്പില് ശുശ്രൂഷ ചെയ്തു പോന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ശമൂവേലിനെ കുറിച്ച് നോക്കുമ്പോ നമുക്കറിയാം, വർഷങ്ങൾ കാത്തിരുന്ന, വർഷങ്ങൾ പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു മകനാണ് ശമൂവേല്. എന്നാൽ നമ്മളുടെ സാഹചര്യം നമ്മളെ വെച്ച് നോക്കിയാൽ, വർഷങ്ങൾ പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു പൈതലിനെ നമ്മൾ ഓമനിച്ചും ലാളിച്ചും
അവന്റെ കളിയും ചിരിയും കണ്ട് വളർത്തിയെടുക്കാൻ എത്രത്തോളം കൊതിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ കൊതിക്കേണ്ട ആ മാതാപിതാക്കൾ എന്താണ് ചെയ്തത്? പ്രാർത്ഥിച്ചു നേടിയ ശമൂവേലിനെ ദൈവാലയത്തിൽ സമർപ്പിക്കാനായിട്ടിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ശമൂവേലിനെ ആലയത്തിൽ സമർപ്പിക്കാൻ തക്കവണ്ണം അവരുടെ മാതാപിതാക്കളുടെ സമർപ്പണവും ശമൂവേലിന്റെ വ്യക്തിപരമായ സമർപ്പണവും ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവസന്നിധിയിൽ എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു നേടിയിട്ടുണ്ടോ അതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അനുഗ്രഹത്തിന്റെ പുറകെ നമ്മൾ ഓടരുത്. അനുഗ്രഹം തന്നവന് കാഴ്ചവട്ടിൽ തന്നത് വെച്ചു കൊടുക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തില് ഞാൻ എപ്പോഴും എന്റെ സഹപ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മണ്ണിന് ഒരു ഷേപ്പും ഇല്ലായിരുന്നു. ഇത് ഷേപ്പ്ലെസ് ആയിരുന്നു, ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന മണ്ണാണ്. പക്ഷെ ഈ മണ്ണിന് എപ്രകാരമാണ് ഷേപ്പ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ നന്ദിയോടെ സ്തോത്രം. ഈ മണ്ണ് കുശവന്റെ കയ്യിൽ വന്നപ്പോഴാ ദൈവമക്കളെ ഇതിന് ഷേപ്പ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അതെ, അവന്റെ ആഗ്രഹത്തിനൊത്ത് മെനഞ്ഞപ്പോഴാണ് നമുക്ക് ഷേപ്പ് വരാനിടയായത്. ഞാൻ എന്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയും, ആർക്കും വേണ്ടാതെ ആരും അറിയാതെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒത്തിരി നിരാശയോടെ പ്രശ്നത്തിന്റെ പ്രതിസന്ധിയുടെ നടുവില് അതേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത സാഹചര്യത്തിന് നടുവില് സർവശക്തനായ ദൈവം എന്നെ കണ്ടെത്താനായിട്ടിടയായതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതുകൊണ്ട് വല്ലത് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധി സമർപ്പിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ ദൈവസന്നിധി വിട്ടുകൊടുത്ത ആലയത്തിനകത്ത് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ, കുശവന്റെ ആലയ്ക്കകത്തേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാവിയെ കരുതുന്ന, നമ്മളെ കരുതുന്ന സർവശക്തനായ ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകുക. മൂന്നാമത് ശമൂവേലിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോ, 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിൽ വളർന്നു വന്നവൻ. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഇങ്ങനെ വായിക്കാം. എന്താണ് ആ വാക്യം? ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ശമൂവേലിന്റെ പ്രത്യേകത? ദൈവത്തിനും മനുഷ്യനും ഫേവറായിട്ട് അവൻ വളർന്നു വന്നുവെന്ന് ശമൂവേലിന് ശേഷം യേശു കർത്താവിനെ കുറിച്ചാണ് പിന്നെ വേദപുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ കാണുന്നത്. ദൈവമക്കളെ, ദൈവത്തിനും മനുഷ്യനും പ്രീതിയുള്ളവനായി ശമൂവേൽ വളർന്നു വരാനായിട്ടിടയായി. ഞാൻ ഇന്നലെയൊക്കെ ഇത് വായിക്കുമ്പോ ഞാൻ വളരെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടിടയായി. എന്റെ കർത്താവേ, എല്ലാവർക്കും എന്നോട് സ്നേഹം തോന്നാൻ നീ എന്നോട് കരുണ തോന്നണമേ. എല്ലാവരോടും മനുഷ്യർക്കും ദൈവത്തിനും ഒരുപോലെ പ്രീതി തോന്നാൻ എന്റെ വാക്കിലും എന്റെ പെരുമാറ്റത്തിലും എന്റെ പ്രവൃത്തിയിലും എന്റെ ദൈവമേ മറ്റുള്ളവർക്ക് എന്നോട് സ്നേഹം തോന്നത്തക്കവണ്ണം ഞാൻ കർത്താവേ കൃപയോടെ സംസാരിക്കാൻ, കൃപയോടെ പെരുമാറാൻ, കൃപയോടെ മുന്നോട്ട് പോകാൻ, മനുഷ്യർക്കും ദൈവത്തിനും ഒരുപോലെ പ്രസാദമുള്ളവരായി ജീവിപ്പാൻ എന്നെ നീ ഒരുക്കണമെന്ന് ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കാനും ഇന്നും വചനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്നെ മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവനായി വളർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർന്നില്ല ദൈവമക്കളെ. എന്റെ മിനിസ്ട്രിയെ സ്നേഹിക്കുന്നവരെ കർത്താവെ സ്നേഹിക്കുന്നവരായി തീരാൻ അനേകര് ഞങ്ങളുടെ മിനിസ്ട്രിയെ സ്നേഹിക്കാൻ നീ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർന്നില്ല ദൈവമക്കളെ. ഞങ്ങളുടെ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന അനേകരെ കാണാൻ ദൈവമേ എനിക്ക് കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെറുപ്പിന്റെയും പരസ്പരം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആ ഒരു സ്വഭാവമുണ്ടല്ലോ, അത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വെറുപ്പ് വരാതെ, തെറ്റിദ്ധാരണകൾ വരാതെ, സംശയം വരാതെ, പരസ്പരം സ്നേഹിക്കാൻ
കൃപ തരാൻ ശമൂവേലിനെ പോലെ ദൈവകൃപയില് മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവരായി വളരാൻ. ദൈവമക്കളെ, നമ്മുടെ വാക്ക് പ്രീതിയുള്ളതായിരിക്കാൻ, ഞാനൊരു ദൈവ പൈതലാണെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കാൻ, സംസാരിക്കുമ്പോ കൃപയോടെ സംസാരിക്കാൻ, ഒരാൾ നമ്മുടെ മുമ്പില് ഒരു വിഷയവുമായി കടന്നു വരുമ്പോ, ഒരു പ്രാർത്ഥനാ വിഷയം ഭാരത്തോടെ പറയുമ്പോ അതേ ഭാരത്തോടെ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് ഒരു മറുപടി കൊടുക്കാൻ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സങ്കടം നമ്മുടെ സങ്കടമായി ഏറ്റെടുക്കാൻ. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോ മറ്റുള്ളവർക്ക് സ്നേഹം തോന്നത്തക്കവണ്ണം നമ്മളോട് സംസാരിക്കാൻ, മറ്റുള്ളവർക്ക് ആഗ്രഹം തോന്നത്തക്കവണ്ണം എന്റെ ജീവിതത്തിൽ, എന്റെ വാക്കില്, എന്റെ സംസാരത്തിൽ ഒരു കൃപ തരണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? എവിടെ പറഞ്ഞാലും മുറിയും, എവിടെ തൊട്ടാലും മുറിയും, ആരോട് സംസാരിച്ചാലും മുറിവാണ്. ഒരു പ്രാവശ്യം സംസാരിച്ച പിന്നെ ആരും സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. മുഖത്തടിച്ചേ വർത്തമാനം പറയൂ. എന്റെ സ്വഭാവം അങ്ങനെയായി പോയോ? ദൈവസന്നിധിയില് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് അവരും പഠിക്കട്ടെ. ദൈവമക്കളെ, നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ കാണട്ടെ. മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവരായി നമ്മൾ ആയിരിക്കാൻ, നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ ദൈവസന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, എല്ലാവരോടും ഒരുപോലെ ആയിരിക്കാൻ, ആരോടും മുഖപക്ഷം കാണിക്കാതെ, ആരോടും പക്ഷപാതം കാണിക്കാതെ, എല്ലാവരോടും ഒരുപോലെ സ്നേഹം പങ്കിടാൻ, ഒരുപോലെ കരുതാൻ, മറ്റുള്ളവർക്ക് നമ്മൾ എല്ലാവരെയും ഒരുപോലെ കരുതുന്നു എന്ന് തോന്നാൻ. നമ്മൾ പറയും, ഞാൻ എല്ലാവരെയും ഒരുപോലെ കരുതുന്നേ, എനിക്ക് ആരും വ്യത്യാസമില്ല. പക്ഷെ കാണുന്നവർക്കും അതുപോലെ തോന്നണമല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്റെ സഹപ്രവർത്തകരെ, എന്റെ ഭവനത്തിലുള്ളവരെ എല്ലാം നമുക്ക് നോക്കി അറിയാം. ജോസഫിന്റെ ജീവിതത്തില് സഹോദരങ്ങൾ അവന് ശത്രുതയായി തീരാൻ ഒരേ ഒരു കാരണമാണ്, മറ്റുള്ളവരെക്കാൾ അപ്പൻ ജോസഫിനെ അധികം സ്നേഹിച്ചതാണ് സഹോദരങ്ങൾ അവനെതിരായി തീരാനായിട്ടിടയായത്. ജോസഫ് അവരെ ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ ജോസഫിന് എതിരായി തീരാനുള്ള കാരണം ജോസഫിന്റെ അപ്പൻ അവനെ, യാക്കോബ്, മറ്റുള്ളവരെക്കാൾ അധികം അവനെ സ്നേഹിച്ചു എന്നതാ. ഒരു വീട്ടില് ഒരു മകനെ മറ്റൊരാളെക്കാൾ കൂടുതൽ സ്നേഹിക്കുമ്പോ അവര് തമ്മിൽ സ്പർദ്ധയുണ്ടാകും. ഒരു സഭയില് ഒരാളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ കരുതുകയും അവർക്ക് വേണ്ടി അത് നിൽക്കുകയും ചെയ്യുമ്പോ അതിനകത്ത് ഭിന്നതയുണ്ടാകും. ഒരു പ്രസ്ഥാനത്തില് ദൈവമക്കളെ ഒരാളെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതാതിരിക്കുകയും ചെയ്യുമെന്ന് തോന്നുമ്പോ അവിടെ ശത്രുതാ മനോഭാവം വരാനായിട്ടിടയാകും. അവിടെ ദൈവസ്നേഹം പോകും. ദൈവത്തിന്റെ ഫേവർ മാറിപ്പോയിട്ട് അവിടെ വെറുപ്പും തെറ്റിദ്ധാരണകളും വന്നുകൂടാനായിട്ടിടയാകും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കണം. എന്റെ കർത്താവേ, ദൈവത്തിനും മനുഷ്യനും പ്രയോജനമുള്ളവരായി മാറാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ അതേ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ശമൂവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. രണ്ട്, ശമൂവേൽ ആലയത്തിനകത്ത് വളർന്നവനാണ്. മൂന്ന്, ശമൂവേൽ ദൈവത്തിനും മനുഷ്യനും പ്രയോജനമുള്ളവനായി അതെ തീർന്നവനാണ്. നാലാമത് എന്തെന്നറിയാമോ? അതെ, സാഹചര്യങ്ങൾ എതിരായിട്ടും ദൈവകൃപയിൽ ശോഭിച്ചവനാണ് ശമൂവേല്. സാഹചര്യങ്ങൾ എതിരായിരുന്നു, പക്ഷെ അവൻ ദൈവകൃപയിൽ ശോഭിച്ചു. നമുക്ക് വായിക്കാം 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങള്. ഞാനത് മുഴുവനൊന്നും വായിക്കുന്നില്ല ദൈവമക്കളെ. നിങ്ങളത് വായിച്ചാൽ അന്നത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യമൊക്കെ വായിക്കുമ്പോ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും യാഗം കഴിക്കാൻ കൊണ്ടുവന്നാൽ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ അതേ യാഗപീഠത്തിൽ നിന്ന് മാംസം ഉപ്പല്ലിക്ക് കുത്തിയെടുത്ത് കൊണ്ടുപോകുന്ന, ദൈവത്തെ ഭയമില്ലാത്ത ആരാധനയെ അലക്ഷ്യമാക്കി കളയുന്ന അതേ ഒരു കാലഘട്ടത്തിലാണ് ശമൂവേൽ ജീവിച്ചത്. ഏലി പ്രവാചകന്റെ മക്കൾ നീചന്മാരായിട്ടാണ് ശമൂവേല് ആ കാലഘട്ടത്തിലാണ് ശമൂവേൽ ജീവിക്കാനിടയായത്. എന്നാൽ സാഹചര്യമൊക്കെ എതിരായിരുന്നിട്ടും ശമൂവേൽ പ്രൈസ് ദി ലോർഡ് ദൈവകൃപയിൽ
ശോഭിച്ചു വരാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും പറയുന്നുണ്ടോ എന്റെ സാഹചര്യം എനിക്ക് അനുകൂലമല്ല, എന്റെ സാഹചര്യം എനിക്കെതിരാണ്, ആരും എനിക്ക് അനുകൂലമായിട്ടില്ല, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നോടൊപ്പം മുഴങ്കാൽ മടക്കാൻ, എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? ഞാൻ ഒറ്റയ്ക്കാണ്, സാഹചര്യം എനിക്കെതിരാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ല, എന്റെ മക്കൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, എന്റെ ഭർത്താവിന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, എന്റെ ഭാര്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, എന്റെ കുടുംബം, എന്റെ ചുറ്റുപാട് എനിക്ക് ആത്മീയമായി വളരാനുള്ള സാഹചര്യമല്ലെന്ന് ആരെങ്കിലും ചിന്തിച്ച് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സർവശക്തനായ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. സാഹചര്യമെല്ലാം എതിരായിരുന്നാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ അവൻ നമ്മളെ ഉപയോഗിക്കാനായിട്ടിടയാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരൊക്കെ എനിക്കെതിരായാലും എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാണെങ്കിൽ അവൻ എനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. കല്ലറയ്ക്കൽ യേശുവിന്റെ ശരീരത്തെ ശുശ്രൂഷിക്കാനായി മറിയ കടന്നു ചെല്ലുമ്പോ അവളുടെ സാഹചര്യം അവൾക്ക് അനുകൂലമായിരുന്നില്ല. ആ 3 സ്ത്രീകൾ കടന്നു പോകുമ്പോ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടുപോയ ഒരു കാര്യമുണ്ട്. കല്ലറവാതിക്കൽ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല് ഏറ്റവും വലുതാണ്. ആ കല്ല് നമുക്ക് വേണ്ടി ആരുരുട്ടി മാറ്റുമെന്നുള്ള ഭാരത്തോടെയാണ് അവർ കല്ലറയിലേക്ക് കടന്നുപോയത്. സാഹചര്യം എതിരാണെങ്കിലും അത് അവന്റെ ശരീരത്തെ ശുശ്രൂഷിക്കാനുള്ള സുഗന്ധദ്രവ്യങ്ങളുമായി അതേ ആ 3 സ്ത്രീകൾ കല്ലറയിലേക്ക് കടന്നുപോയി. അവരവിടെ ചെന്നപ്പോ എതിരായി നിന്ന സാഹചര്യത്തെ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് അവര് കാണാനിടയായെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ വേലയ്ക്ക് നമ്മുടെ സാഹചര്യം എത്ര എതിരാണെന്ന് പറഞ്ഞാലും അതിനകത്ത് അനുകൂലമായി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. മനസ്സുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവൻ നമ്മളെ ഉപയോഗിക്കും. ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ബാംഗ്ലൂരിൽ ചെന്നൈയൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോ അവരൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 40 വർഷം അകത്തുള്ളവരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. 40 വർഷവും 50 വർഷവും ഞങ്ങൾ ഇവിടെയായി. ഈ പറയുന്ന സ്ഥലവും പേരുമൊന്നും ഞങ്ങൾക്കൊരു നിശ്ചയമില്ല, എങ്ങനെ പോയി വരുന്നെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മലയാളം എന്നൊരു ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും എനിക്ക് വശമില്ല. പക്ഷേ സകല ഭാഷയും അറിയുന്ന കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഒരു തവണ പോലും വഴിതെറ്റിപ്പോകാതെ ഞങ്ങളെ നടത്തുന്ന സർവശക്തന്റെ കരുതല് കഴിഞ്ഞ 35 വർഷമായി യേശുവിനെ രുചിച്ചറിയാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തരാനായിട്ടിടയായെങ്കിൽ, ദൈവമക്കളെ, സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ദൈവം നമുക്ക് അനുകൂലമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. ദൈവം അനുകൂലമാണെങ്കിൽ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും അനുകൂലമായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. 5ാമത് ശമൂവേലിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ ആഗ്രഹിച്ചവനാണ് ശമൂവേൽ. ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ ആഗ്രഹിച്ചവനാണ് ശമൂവേല്. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്വ പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്ന, അതേ ദൈവവചനം ദുർലഭമായിരിക്കുന്ന, ആരാധനയിൽ മഹത്വം കൊടുക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ അതെ കടന്നുപോയ പിന്മാറിപ്പോയ ദൈവജനത്തെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചവനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സർവശക്തന്റെ കരത്തിൽ അതെ പ്രവർത്തിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അനേകര് നമ്മളെ വിട്ട് മാറിപ്പോകുമ്പോ, കൂട്ടായ്മ വിട്ട് അകന്നു പോകുമ്പോ, അതെ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോ, അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോ അവരെ മടക്കി കൊണ്ടുവരാനുള്ള ഒരാത്മദാഹം നമ്മളിലുണ്ടോ? തീർന്നില്ല ദൈവമക്കളെ.
കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാൻ നമുക്കൊരാഗ്രഹമുണ്ടോ? ശാന്തമായി ദൈവസന്നിധി ശോധന ചെയ്യണമേ. മടങ്ങി വരണമെങ്കിൽ ഒരു കാര്യം നടക്കണം, തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കണം. പാപം എന്റെ ജീവിതത്തിൽ വന്നെന്ന് സമ്മതിച്ചാലാണ് എനിക്ക് തെറ്റുപറ്റി, എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ചില കാര്യങ്ങളിൽ ഞാൻ വീണുപോയെടുത്ത് അവിടുത്തെ കിടന്നുരുളാതെ, സ്വയം ന്യായീകരിക്കാതെ, തെറ്റിനെ മറച്ചു വെക്കാതെ, പറ്റിപ്പോയ തെറ്റിനെ ദൈവസന്നിധി പറഞ്ഞ് എവിടെയാണോ വീണത്, എവിടെയാണോ എനിക്ക് കൃപ നഷ്ടപ്പെട്ടത്, എവിടെയാണോ ഹല്ലേലൂയ എനിക്ക് എതിരായി ശത്രു പ്രവർത്തിച്ചത്, അവിടെ നിന്നൊന്ന് മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവം നമ്മളെ ഇന്ന് രാത്രി ഉപയോഗിക്കാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരത്തിലേക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കണം. തെറ്റുപറ്റിയ സമ്മതിക്കാൻ തയ്യാറാകണം. ഹൃദയത്തില് ഹല്ലേലൂയ പാപം കടന്നു വന്നാൽ അത് ദൈവത്തോട് ഏറ്റുപറയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആരും കാണുന്നില്ലെന്നോർത്ത് നമുക്കൊന്നും രഹസ്യമായി ചെയ്യാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഒരു നാൾ അതെല്ലാം പരസ്യമായി വരും. ഒന്നും രഹസ്യമായി തീരത്തില്ല. നമ്മളാർക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് എല്ലാവരും കാണുമെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയാനായിട്ടിടയായി. അതെ, ആർക്കാണ്, ഏത് കൊച്ചു കുഞ്ഞിനാണ് അറിയാൻ കഴിയാത്തത്? ഓരോരുത്തരുടെ സംസാരവും പ്രവൃത്തിയും കാണുമ്പോ അത് എപ്രകാരമാണ്, അതിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ ആ പോക്കെങ്ങോട്ടാണെന്ന് ഒരു വ്യക്തിയുടെ സംസാരം, നോട്ടം, പ്രവൃത്തി കാണുമ്പോ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന കാലഘട്ടത്തിലാ നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഒന്നും അത് വിശദീകരിക്കേണ്ടെന്ന് എന്നോട് പറയാനായിട്ടിടയായി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാൻ, മടങ്ങി വരാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനം വിരളമായിരിക്കുന്ന സാഹചര്യത്തിൽ അതേ ദൈവജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച ശമൂവേൽ പ്രവാചകൻ, 6ാമത് ശമൂവേൽ പ്രവാചകന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തവൻ. എന്താണ് ശമൂവേൽ പ്രവാചകന്റെ പ്രത്യേകത? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തവൻ. 1 ശമൂവേലിന്റെ പുസ്തകം 12ാം അധ്യായം അതിന്റെ 23ാമത്തെ വാക്യം വായിക്കുമ്പോ, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ, ഞാൻ നിങ്ങൾക്ക് നല്ലത് ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവമക്കളെ, ശമൂവേൽ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്ന ദൈവത്തോട് പാപം ചെയ്യരുതേ. അപ്പൊ നമ്മൾ ആരോടെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ ശരി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പാപം ചെയ്യാം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പൊക്കത്തായിലെ അച്ഛൻ, ഞാൻ പണ്ട് ശുശ്രൂഷയ്ക്കായി അച്ഛന്റെ വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അന്ന് മുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ, ഞാന് അതേ എന്റെ സിറ്റ് ഔട്ടിൽ കസേരയിൽ ഇരിക്കുമ്പോ എന്റെ മകന്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോ അവര് പറഞ്ഞേച്ചു പോകും, അപ്പച്ചാ ഇന്ന് ഞങ്ങൾക്ക് എക്സാം ആണ്, ഞങ്ങൾ പോകട്ടെ അപ്പച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പഴ എന്നോട് പറഞ്ഞേച്ചു പോകും. ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ജാൻസി, എന്താണെന്നറിയാമോ? ഞാൻ അവരോട് പറയും, അപ്പച്ചൻ ഓർക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാം മക്കളെ. കാരണം എന്റെ തിരക്കിനിടയിൽ അപ്പച്ചൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ അവരോട് പാപം ചെയ്യുന്നുവെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അവരോട് പറയും, അപ്പച്ചൻ ഓർക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാം. അനേകരോട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കേണ്ട ദൈവമക്കളെ, അനേകരോട് നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ അത് പാപമാണ്. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അത് പാപമാണ്. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും കടം കിടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയില് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സമർപ്പിച്ചു കൊടുക്കാനായിട്ടിടയാകണം. അതെ, ഉപവാസത്തിന്റെ കാര്യം എവിടെ? 1 ശമൂവേലിന്റെ പുസ്തകം 7ാം അധ്യായം അതിന്റെ 6ാം വാക്യം 5, 6 നിങ്ങൾ വായിക്കുമ്പോ അവിടെ പ്രാർത്ഥനയെ കുറിച്ച് കാണുവാൻ
കാണുവാനായി സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. 1 ശമൂവേൽ 7:6 എങ്ങനെയാണ് പറയുന്നത്? അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു, ആ ദിവസം ഉപവസിച്ചു. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥനയും ഉപവാസവും. നമ്മുടെ കൂട്ടായ്മയിൽ ദൈവകൃപ കുറഞ്ഞു പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? പ്രാർത്ഥനയും ഉപവാസവുമാണ് ദൈവമക്കളെ. ആർക്കും ഇന്ന് ഉപവസിക്കാൻ സമയമില്ല. എല്ലാവരും രോഗികളാ. ഉപവാസത്തിന്റെ കാര്യം പറഞ്ഞ എല്ലാവരും പറയും ഞങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഷുഗറാ, ഒത്തിരി സമയം ഉപവസിക്കാൻ പറ്റില്ല. ഉപവാസമൊക്കെ അങ്ങ് മാറി. ഞാൻ ഓർക്കെ, എന്റെ ആത്മീയ ഗുരുവാണ് VP മത്തായി സാറ്. ഞാനൊക്കെ 35 വർഷം മുമ്പ് ദൈവസന്നിധി കടന്നു വന്നത് 18 മണിക്കൂർ നേരം ദൈവസന്നിധിയിൽ ഉപവസിച്ചിരുന്നു. ആ 18 മണിക്കൂർ നേരം ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോ അന്ന് പ്രിയപ്പെട്ട മത്തായി സാർ പറയാനായിട്ടിടയായി 35 വർഷം 1994 ജനുവരി മാസം 24 കാര്യം ഞാൻ പറയുന്നത്. അതെ, 34 വർഷങ്ങൾക്കപ്പുറം സാർ എല്ലാവരോടും പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അതെ നിങ്ങൾ കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് പറയില്ലാത്ത, അതെ SLC 10ാം ക്ലാസ് സെക്കൻഡ് ചാൻസിൽ പാസ്സായി പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഞാനൊരു പൊട്ടിയെ പോലെ അന്നിരുന്ന് ഇങ്ങനെ പറയാനായിട്ടിടയായി, കർത്താവേ നിന്നെ പ്രസംഗിക്കാൻ എനിക്ക് കൃപ തരണമേ. 1994 ജനുവരി മാസം 24-ാം തീയതി ആ അർദ്ധരാത്രിയിൽ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്താൻ, നിന്നെ ശുശ്രൂഷിപ്പാൻ, പ്രസംഗിക്കാൻ എനിക്ക് വരം തരണമെന്ന് പ്രാർത്ഥിച്ചെങ്കില് അന്ന് ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ശുശ്രൂഷ ദൈവമക്കളെ. പിറ്റത്തെ ആഴ്ച മുതൽ ദൈവവചനം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. അവൻ എന്നെ അന്ന് രാത്രി അഭിഷേകം ചെയ്യാൻ തുടങ്ങി. എന്റെ സ്റ്റേജിലെ സഭാകമ്പം മാറ്റി തന്നു. അനേകരുടെ മുമ്പില് അവൻ എന്നെ ശുശ്രൂഷിക്കാൻ എഴുന്നേൽപ്പിച്ചു. ആ ഒരു ശുശ്രൂഷ, ആ ഒരു ഉപവാസം അന്ന് അനേകർ സൗഖ്യം പ്രാപിച്ചു, അനേകർ ആത്മാവിൽ നിറയാനിടയായി, അനേകർ ദൈവസന്നിധി വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടു. അന്ന് സമർപ്പിക്കപ്പെട്ട ഒത്തിരി പേര് ഈ ഡിവൈസിന് അകത്തിരിപ്പുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ന് ആ ശുശ്രൂഷ കാലഹരണപ്പെട്ടു പോയി. ഉപവസിക്കാൻ ആർക്കും നേരമില്ല. രാത്രി ഒരു ഉപവാസം മിഡ് നൈറ്റ് പ്രോഗ്രാമിന് ഉറക്കം വിളിച്ചാൽ എല്ലാവർക്കും ക്ഷീണമാണ്. ആർക്കും സമയമില്ല ദൈവമക്കളെ. എല്ലാവരും ശുശ്രൂഷ എന്ന് മാറിപ്പോയി. എന്നാൽ നമ്മുടെ ശുശ്രൂഷയുടെ പരാജയം എന്തെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനയിൽ, തിരക്കിന് നടുവിൽ നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു, തിരക്കിന് നടുവിൽ നമ്മുടെ ഉപവാസം കുറഞ്ഞു. അത് നമ്മുടെ ശുശ്രൂഷയെ ബാധിച്ചു, നമ്മുടെ പ്രസ്ഥാനത്തെ ബാധിച്ചു, നമ്മുടെ കുടുംബത്തെ ബാധിച്ചു. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാൻ, ശമൂവേലിനെ പോലെ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ഹല്ലേലൂയ, ഉത്സാഹം കാണിക്കാൻ. ശമൂവേല് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉത്സാഹം കാണിക്കാനിടയായെങ്കിൽ ഇന്ന് രാത്രി അപ്രകാരം ഉത്സാഹം കാണിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 7ാമത്തെ പ്രത്യേകത, അതേ ശമൂവേൽ പ്രവാചകന്റെ 7ാമത്തെ പ്രത്യേകത, ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. വാക്യം നമുക്ക് വായിക്കാം. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. വാക്യം 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോ, 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതൊക്കെയും ഒത്തുവരുന്നു എന്ന് പറഞ്ഞു. ശൗലിന്റെ ഭൃത്യൻ ശൗലിനോട് പറഞ്ഞ വാക്കാണ് വായിച്ചത്. ദൈവമക്കളെ, അവന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു, അവനൊരു മാന്യനായിരുന്നു. ദൈവമക്കളെ, മാന്യൻ എന്ന് പറഞ്ഞ മറ്റുള്ളവർക്ക് അവനൊരു ബഹുമാന്യനായിരുന്നു. നമ്മള് ചിലരെ കുറിച്ച് പറയും ആ ആളൊരു മാന്യനാട്ടോ. അങ്ങനല്ല, ആ ആളൊരു ബഹുമാന്യനായിരുന്നു. ശൗലിനോട് പറയുകയാണ്, അവന്റെ കഴുതയെ കാണാതെ പോയി അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോ ശൗലിന്റെ ഭൃത്യൻ ശൗലിനോട് പറയുകയാണ്, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ മാന്യനാകുന്നു എന്നാണ് പറഞ്ഞത്. ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതം മാന്യതയോടെ ആയിരിക്കാൻ, ബഹുമാനത്തോടെ ആയിരിക്കാൻ, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കത്തക്കവണ്ണം കൃപയോടെ ആയിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളെ കുറിച്ചൊന്ന് ശോധന ചെയ്യുമ്പോ നമ്മൾ എപ്രകാരം
ആയിരിക്കുന്നുവെന്ന് ശാന്തമായി ശോധന ചെയ്യണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മള് ദൈവമക്കളെ എല്ലാവരുടെ മുമ്പിലും നമ്മളൊരു പത്രമാകട്ടോ, ക്രിസ്തുവിന്റെ പത്രമാ നമ്മള്. ഈ പത്രം എല്ലായിടത്തും വായിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കടയിലും വായിക്കും, ബസ് സ്റ്റാൻഡിലും വായിക്കും, റെയിൽവേ സ്റ്റേഷനിലും വായിക്കും, വീട്ടിലും വായിക്കും. ഈ പത്രം എവിടൊക്കെ പോകുന്ന അവിടൊക്കെ വായിക്കുമെങ്കില് അത് നമ്മള് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാണ്. ഞാനും നിങ്ങൾ നടക്കുന്ന വഴിയും, ഞാനും നിങ്ങളും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും, ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളെ വായിക്കുന്ന ചിലരുണ്ടെന്നോർത്ത് മാന്യതയോടെ മുന്നോട്ട് പോകാൻ എന്റെ ദൈവമേ, എന്റെ ജീവിതത്തില് അതെ കൃപയില്ലാത്തതൊന്നും കടന്നു വരാൻ ഇടയാകില്ലെന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് രാത്രി എന്നെയും ഉൾപ്പെടുത്തി ഞാൻ പറയുക, പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോ ഒത്തിരി കാര്യം ദൈവം എന്നോട് സംസാരിക്കാനിടയായി. ദൈവസന്നിധിയിൽ മാന്യതയോടെ നിൽക്കാൻ, ഒരു മാന്യനായിരിക്കാൻ നമ്മളായിരിക്കുന്ന ദേശത്ത്, പ്രൈസ് ദി ലോർഡ്, നമ്മളെ മറ്റുള്ളവർക്ക് അറിയുമ്പോ മാന്യതയോടെ ആയിരിക്കാൻ കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ദൈവമക്കളെ, ഞാൻ വേഗത്തിൽ പറഞ്ഞ് എന്റെ സമയം തീരാൻ പോകുന്നുണ്ട്. ഇനി അതിന്റെ വാക്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് 7ാമത്തെ കാര്യം, അവനൊരു മാന്യനായിരുന്നു എന്ന് കാണുവാനായി സാധിക്കും. നന്ദിയോടെ സ്തോത്രം. അതെ, 8ാമത്തെ കാര്യം, ഹല്ലേലൂയ, ശമൂവേൽ ഒരു വിശ്വസ്ത പ്രവാചകനായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. 9ാമത്തെ കാര്യം, ജീവപര്യന്തം പ്രവാചകനായിരുന്നവനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയില് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. വായിച്ച കുറിവാക്യത്തിലെ ആ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ ദൈവമക്കളെ. നന്ദിയോടെ സ്തോത്രം. മിസ്പയ്ക്കും ശേരിനും മധ്യേ കല്ല് വെച്ച് അത് ഫെലിസ്ത്യര് അതിനകത്ത് ഇങ്ങനെ അവൻ പേരിട്ടു, ഏബനേസർ എന്ന് പേരിട്ടെങ്കില് മിസ്പയും ശേരും തമ്മില് 6.5 കിലോമീറ്റർ അകലമുണ്ട്. 6.5 കിലോമീറ്റർ അകലമുള്ള മിസ്പയ്ക്കും ശേരിനും നടുവില് അവനൊരു കല്ല് നാട്ടാനായിട്ടിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, മിസ്പയിലാണ് ഉപവാസം, മിസ്പയിലാണ് പ്രാർത്ഥന, ശേരിൽ നിന്ന് ആക്രമണം മിസ്പയിലേക്ക് വരികയാണ്. അപ്പോ എന്താണ് ശമൂവേൽ ചെയ്തത്? മിസ്പയ്ക്കും ശേരിനും മധ്യേ, ശേരെന്ന് പറഞ്ഞാൽ പല്ലെന്നാണ് അർത്ഥം, അതിനു മധ്യേ അവനൊരു കല്ല് നാട്ടാനായിട്ടിടയായി. ഹല്ലേലൂയ. ആ കല്ല് നാട്ടിയപ്പോ നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ, അത് ഒരു അതിരായി തീരാനിടയായെങ്കില് ആ കല്ല് ഏതാണ് ദൈവമക്കളെ? നന്ദിയോടെ സ്തോത്രം, ഏബനേസർ എന്ന് ആ കല്ലിന് പേരിട്ടെങ്കില് യഹോവ എന്നെ സഹായിക്കുന്ന എന്റെ പാറ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഏബനേസറായി തീരാൻ ആ കല്ല് മിസ്പയ്ക്കും പ്രൈസ് ദി ലോർഡ് ശേരിന് മധ്യത്ത് നിട്ടതുപോലെ നമുക്കെതിരെ പോരാടുന്ന ശത്രുവിന്റെ സകല പോരുകളെയും ഒതുക്കിക്കളയുവാൻ തക്കവണ്ണം അതേ ശമൂവേൽ ഒരു കല്ല് നാട്ടി അതിരിടാനിടയായെങ്കിൽ ശമൂവേലിന്റെ ജീവിതത്തിൽ അപ്രകാരം ഒതുക്കിക്കളയാൻ തക്കവണ്ണം അവനെ ഉപയോഗിക്കാനിടയായത് ശമൂവേലിന്റെ ജീവിതത്തിലെ പ്രത്യേകതകൾ നമ്മൾ കാണാനിടയായി. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവം ശമൂവേലിനെ ഉപയോഗിക്കാൻ അവന്റെ ജീവിതത്തില് നന്ദിയോടെ സ്തോത്രം അതിരിടാൻ അത് ഏബനേസർ എന്ന് പറയത്തക്കവണ്ണം അവൻ ഉപയോഗിക്കത്തക്കവണ്ണം അവൻ ആരായിരുന്നുവെന്ന് ഇന്ന് രാത്രി നമ്മൾ കാണാനായിട്ടിടയായി. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കെതിരെ പോരാടുന്ന ശത്രുവിനെ ഒതുക്കാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപവാസം ഉണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തില് നന്ദിയോടെ സ്തോത്രം ആലയത്തിൽ വളരുന്നവരായിരിക്കണം, നമ്മള് വിശ്വസ്തരായിരിക്കണം. അത് ദൈവത്തിനും മനുഷ്യനും പ്രയോജനമുള്ളവരായിരുന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ കർത്താവിന്റെ കരത്തിൽ നമ്മളെ മെരുക്കി കൊടുത്ത നമുക്കെതിരെ പോരാടുന്ന സകല പോരുകളെയും ഒതുക്കാനുള്ള അഭിഷേകം അവൻ
അവൻ നമ്മുടെ മേൽ പകരാനായിട്ടിടയാകും. ഇന്ന് രാത്രി സർവശക്തന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ എന്തെല്ലാം പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെതിരെ സർവശക്തനായ ദൈവം, നമ്മളെ ജയിക്കുന്ന ദൈവം, അവൻ നമ്മളെ ഉപയോഗിക്കാനായിട്ടിടയാകും. ഇന്ന് രാത്രി അതെ നമ്മളെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും അവൻ നമ്മളെ ഉപയോഗിക്കാനായിട്ടിടയാകും. അവന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ദാനിയേലേ, നിന്റെ ജീവിതത്തിൽ ഒരു സിംഹക്കുഴി ഉണ്ടെങ്കിൽ നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവർ വിടുവിക്കുന്ന ദൈവത്തെ അറിയണമെങ്കിൽ ആ സിംഹക്കുഴി നമ്മുടെ ജീവിതത്തിൽ വന്നാലേ നടക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെങ്കടൽ വരുന്നുണ്ടെങ്കിൽ നന്ദിയോടെ സ്തോത്രം. ചെങ്കടലിനെ രണ്ടാക്കുന്ന ദൈവത്തെ മറ്റുള്ളവർ അറിയണമെങ്കിൽ ചില ചെങ്കടലുകൾ വന്നേക്കാം. എന്നാൽ അതിനെയെല്ലാം ഒതുക്കാൻ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ അഭിഷേകത്തോടെ നമ്മളെ ഉപയോഗിക്കട്ടെ. അതിനായി നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, പ്ലീസ് യൂസ് മീ ഗോഡ്. സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ല, എല്ലാം എനിക്ക് പ്രതികൂലമാണ്. എങ്കിലും ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്ന പോലെ എന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ നീ കടന്നു വന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ഈ പ്രിയ ജനത്തെ നിന്റെ കരങ്ങളിൽ തരിക. നീ അവിടുന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം. നീ അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.